ഇനി ബോയ്സ് സീസൺ 4 പല എപ്പിസോഡ്സിന് പല ഡയറക്ടേഴ്സും ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ എനിക്കിത് ഇപ്പോൾ സോഫർ 3 എപ്പിസോഡാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സീസൺ 4 മുഴുവനാണെങ്കിൽ റിവ്യൂ പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എപ്പിസോഡുകൾ റിലീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ പോകുന്നത് 1 to 3 എപ്പിസോഡ്സിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് പറയുന്നത് എനിക്ക് പേഴ്സണലി അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല ഈ 3 എപ്പിസോഡുകൾ. അതിൽ ആദ്യത്തെ എപ്പിസോഡ് അത്യാവശ്യം കണ്ടിരിക്കുക എന്നുള്ളൊരു ഫീല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അവിടെ കഴിഞ്ഞ സത്യത്തിൽ അതായത് ഈ സീസൺ 4 ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇതിൻ്റെ സ്റ്റോറി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ 2, 3 എന്തിനു ഇവർ ഇറക്കിയെന്നുള്ള എനിക്ക് യാതൊരു കൊടുത്തില്ല. എല്ലാവരും പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സെക്കൻഡ് എപ്പിസോഡ്, തേർഡ് എപ്പിസോഡ് അങ്ങനെ വെറുതെ ഇങ്ങനെ പോകാന്നുള്ളൂ. അതിൽ കഥ എവിടെയും ഡെവലപ്പ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ആദ്യത്തെ എപ്പിസോഡ് ഇങ്ങനെ കഥ ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഗ്രാജുവലി അത് ഇങ്ങനെ ഡെവലപ്പായി ഓവറോൾ ആദ്യത്തെ എപ്പിസോഡ് നോക്കുമ്പോൾ ഇങ്ങനെ ഡെവലപ്പായി കൊണ്ടിരിക്കണ സ്ക്രിപ്റ്റൊക്കെ ഡെവലപ്പായി കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ 2, 3 കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് അവിടെ തന്നെയാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡ് എവിടെയാണ് വെച്ച് നിർത്തിയത് അവിടെ തന്നെയാണ് ഈ 3 എപ്പിസോഡ് കഴിയുമ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബാക്കി 2 എപ്പിസോഡ് തീരെ കൺവിൻസിങ് അല്ലാതെ തീരെ ത്രില്ലിങ് മൊമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകാന്നുള്ളേ ഉള്ളൂ. ഈ 3ാമത്തെ എപ്പിസോഡിന് ആ ഹ്യൂയി ക്യാമ്പിൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, 20 ഹൈറ്റുള്ള ആക്ടർ ചെയ്ത അവന് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് ഒരു സാധനം വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഹോംലാൻഡറിനെ അറിയാലോ, ഹോംലാൻഡറിനെ കേൾവി ഭയങ്കര കൂടുതലുള്ള ഒരു മനുഷ്യനാണല്ലോ, ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അത് അവിടെ അങ്ങനെ വെക്കാൻ നിൽക്കുന്ന സമയത്ത് ഹോംലാൻഡർ വേണ്ടിക്ക് വരും. ആ സമയത്ത് കുറച്ച് നല്ല, അതായത് ഇതിന് മുന്നത്തൊക്കെ ക്വാളിറ്റി നില നിർത്തിയത് ആ ഒരു ഭാഗത്ത് മാത്രമാണ്. പിന്നെ ആദ്യത്തെ എപ്പിസോഡ് അത്യാവശ്യം ഇപ്പോൾ ഇതിന് മുന്നത്തെ ഒരു ക്വാളിറ്റി നില നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം. അങ്ങനത്തെ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ് മൂന്നാമത്തെ എപ്പിസോഡിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എവിടെ എത്തിയിട്ടില്ല വെബ് സീരീസ്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റക്കായി എടുക്കുന്നത്, സെക്കൻഡ് തേർഡ് എപ്പിസോഡ് വെറുതെ പറഞ്ഞ് ഇങ്ങോട്ട് 8 10 എപ്പിസോഡായിട്ട് റിലീസ് ചെയ്യാനുണ്ട്. മൊത്തത്തിൽ 8 10 എപ്പിസോഡ് ഉണ്ടെങ്കിൽ 5 4 6 അങ്ങനെ എന്തെങ്കിലും എപ്പിസോഡ് റിലീസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതുവരെ ഇറങ്ങിയതിന് അത്ര കൺവിൻസിംഗ് ആയിട്ട് വെബ് സീരീസ് ഓഫർ തോന്നിയിട്ടില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ മുന്നേ ഇതിൽ ഫ്രഞ്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, വൺ ഓഫ് ദി വേഴ്സ്റ്റ് ക്യാരക്ടറൈസേഷൻ. യാതൊരു കാര്യമില്ലാതെ അത് കണ്ടെങ്കിൽ മനസ്സിലാവും എന്തിനാണ് അത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ആക്കിയത്. യാതൊരു കൊടുത്തില്ല. അയ്യോ ഞാൻ അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുവരെ എന്ത് പിന്നെ പുല്ലാണ് കാട്ടിയിരുന്നുള്ള ഒരു ചോദ്യം എനിക്ക് വന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ. പിന്നെ അത് ഭയങ്കര ഇതായി. പിന്നെ ഫ്രഞ്ച് പറഞ്ഞ ക്യാരക്ടർ കാണിക്കുമ്പോൾ തന്നെ ഒന്നുമില്ല, ഇങ്ങനെ ഫോർവേഡ് അടിച്ച് കളയുന്ന ഒരു പ്രവണത, ആ ഒരു ഫീല് നമുക്ക് വരും. പിന്നെ അതിന് സ്റ്റാർലൈറ്റ് ഉണ്ട്. സ്റ്റാർലൈറ്റ് പിന്നെ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇങ്ങനെ കഴുത്തുകൊണ്ടോ കൈമണോ കാര്യമൊന്നും അതിൻ്റെ ഓർത്ത് ഇങ്ങനെ ലേക്ക് എത്തിക്കലാണ് പണി. അപ്പോൾ കറണ്ട് പോകും. KCBൻ്റെ പണി സ്റ്റാർലൈറ്റാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർലൈറ്റ് അത് തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. ഇതിന് മുന്നേ അതിന് ചെയ്തിട്ടുള്ളത്. സ്റ്റാർലൈറ്റ് അങ്ങനെ തന്നെ അങ്ങനെ വരും, അങ്ങനെ നിൽക്കും. ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ മഞ്ഞ കളറാക്കും. പിന്നെ ചിലപ്പോൾ കൈ മഞ്ഞ കളറാവും, കാല് കഴിഞ്ഞ് മഞ്ഞ കളറാവും, കഴുത്ത് മഞ്ഞ കളർ, അങ്ങനെ എൻ്റെ ഇങ്ങനെ മഞ്ഞ കളറാക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അന്ന് അതിൻ്റെ പ്രശ്നമാണ്, അടിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ അതാണ്. പിന്നെ ഹോംലാൻഡർ വന്ന് ആരെ കൊന്നുവെച്ചാലും തന്നെ കണ്ണ് ഇങ്ങനെ മഞ്ഞ കളറാക്കി വരെ നിൽക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു വരും. ഇതന്നെ അങ്ങനെ സ്റ്റാർലൈറ്റ് അങ്ങനെ പോയി. പക്ഷേ ബുച്ചർ ഉണ്ടല്ലോ, ബുച്ചർ അതേ രീതിയിൽ പെർഫോമൻസ് ആണെങ്കിൽ ആ ക്യാരക്ടറിന് ആ ഒരു പവർ ആണെങ്കിൽ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോംലാൻഡർ ആണെങ്കിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ബാക്കിയുള്ള ഈ ബുച്ചർ, ഹോംലാൻഡർ ഇവരൊക്കെ തന്നെ സ്ക്രീൻ ടൈം ഉള്ളൂ. പിന്നെ ഹ്യൂയി ക്യാമ്പിന് സ്ക്രീൻ ടൈം ഉണ്ട്. അങ്ങനെ ഇതിനെ മുന്നത്തെ എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ എന്തായാലും വെബ് സീരീസ് പോയിട്ടുള്ളതെന്ന് കൂടി എനിക്ക് തോന്നി. ഇത് കുറേ കൂടി ബുച്ചർ കുറേ കൂടി ഇമോഷണൽ ട്രാക്കിലേക്കാണ് ഇത് പോണത്. ഈ എന്താവുക ഈ ഇമോഷണൽ ട്രാക്കിലൊക്കെ പോയാൽ എന്ത് കഥ ആവുന്നുള്ള യാതൊരു കൊടുത്തില്ല. പക്ഷെ അത് മര്യാദക്ക് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഇത് ഒരു വെബ് സീരീസിനെ പോകുക. അല്ലെങ്കിൽ വലിയൊരു മിഷൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയാനൊന്നുമില്ല. അത് ഇത് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല, 3ാമത്തെ എപ്പിസോഡിൽ വന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, ആ ഹോംലാൻഡർ ഹ്യൂയി ക്യാമ്പിൽ നമ്മളൊരു ത്രില്ലിംഗ് സീന്, അത് തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇതുവരെ. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി എപ്പിസോഡ് റിലീസ് ചെയ്തിട്ട് കാണോ ഇരിക്കും നല്ലത്. വെറുതെ 3 എപ്പിസോഡ് കണ്ടിട്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ 4ാമത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ തോന്നില്ല ചിലപ്പോൾ, കാരണം വെയിറ്റ് ചെയ്യണമല്ലോ 4ാമത്തെ 5ാമത്തെ എപ്പിസോഡിനൊക്കെ. അപ്പോൾ ഒരു കുറച്ചും കൂടി എപ്പിസോഡിൽ റിലീസ് ചെയ്തിട്ട്, അതായത് സീസൺ 4 മൊത്തത്തിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെബ് സീരീസ് കാണുന്നതാവും നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണാം. വെബ് സീരീസിനെ പറ്റിയിട്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഐ എം നോട്ട് കൺവിൻസ്ഡ്. തീരെ ചിലപ്പോൾ ഇതിൻ്റെ ഓവർ ഹൈപ്പ് കാരണം ഞാൻ എൻ്റെ ഹൈപ്പിലാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കണ്ടത്. ആൻഡ് ഐ എം ഡിസപ്പോയിൻറ്റഡ്. വൃത്തികെട്ട ക്യാരക്ടറൈസേഷനാണ് ഇതിൻ്റെ മറ്റേ ഫ്രഞ്ചിക്കൊക്കെ വന്നിട്ടുള്ളത്. ഫ്രഞ്ചൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിങ് അത് പോയി. പിന്നെ ബുച്ചറും ഹോംലാൻഡറൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ ഹ്യൂയി ക്യാമ്പിൻ്റെ ആ ത്രില്ലിംഗ് സീൻ ഇത് അങ്ങനെ കൂടെ പോരാ, ആനം പോരാ. ഇതിപ്പോൾ അവിടെയും കൂടി നന്നായിട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിന് എടുത്ത് വരാൻ പറ്റുക. പിന്നെ സ്റ്റാർലൈറ്റ് ഇങ്ങനെ ലേറ്റ് എത്തിച്ചേർക്കുന്നത് അങ്ങനെ മിന്നാമിനിങ്ങാണ്, ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എനിക്ക് ഇതാണ്, എനിക്ക് ഐ എം നോട്ട് കൺവിൻസ്ഡ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സോഫാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എന്തായാലും അടുത്ത ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡ്, അതൊന്ന് കണ്ടിട്ട് അടുത്തത് അതിനെ പറ്റി പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഇതാണ്.
എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സോ ഫാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ X-Men 97 പറ്റിയിട്ട് ആദ്യത്തെ 2-3 എപ്പിസോഡ് റിലീസ് ചെയ്തപ്പോൾ ഞാൻ അതിനെ പറ്റി പറഞ്ഞ്, പിന്നെ അത് കണ്ടു കഴിഞ്ഞ സമയത്ത് വൺ ഓഫ് ദി ഫൈനസ്റ്റ് വർക്കായി മാറി. ഞാൻ കണ്ട ആനിമേഷൻ വെബ് സീരീസുകളിൽ വൺ ഓഫ് ദി ഫൈനസ്റ്റ് വെബ് സീരീസാണ് X-Men 97 എന്നൊക്കെ പറഞ്ഞത്. അത് പക്ഷേ ആദ്യത്തെ 2-3 എപ്പിസോഡ് ഇറങ്ങിയ സമയത്ത് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല. ബാക്കി എപ്പിസോഡ്സ് റിലീസ് ചെയ്താലേ കുറച്ചും കൂടി എക്സാക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. സോ ഫാർ ഐ എം നോട്ട് കൺവിൻസ്ഡ്. നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് ആക്ടിവ് ടോക്സ് സൈനിങ് ഔട്ട്.